ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പ്രൊണോസിങ് ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോണത് ഒരു മലയാള സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടി പോകുന്നത്. ഈ സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടി പറ്റിയ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതായത് 2018 എവരി വൺ ഈസ് എ ഹീറോ എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ കണ്ടായിരുന്നു. OTTക്ക് ശേഷമുള്ള റിവ്യൂ ആണ്. ആ സിനിമയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയുണ്ട്. അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഈ സിനിമയുടെ സംവിധാനം ജൂഡ് ആൻ്റണി ജോസഫാണ് എടുത്തേക്കുന്നത്. മലയാളത്തിലെ പ്രമുഖരായ മിക്ക താരങ്ങളെയും കൂട്ടി ഈ സിനിമയ്ക്ക് പറ്റിയ രീതിക്കുള്ള ഒരു കാസ്റ്റിംഗ് കലനെ കൊണ്ടാണ് ജൂഡ് ആൻ്റണി സിനിമ അവതരിപ്പിക്കുന്നത്. അതുമാത്രമല്ല, തമിഴിൽ നിന്ന് കലയരസൻ ഒരു റോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ തമിഴ്, മലയാളം എന്നീ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെ കൂട്ടിയാണ് ഈ സിനിമ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ 2018 ഓഗസ്റ്റ് മാസത്തിലെ ഒരു പ്രളയം നമ്മളൊക്കെ എന്തുമാത്രം രീതിക്ക് അനുഭവിച്ച സംഭവമാണെന്നറിയാം. തിരുവനന്തപുരം ജില്ലയിലുള്ള ആൾക്കാർക്കൊക്കെ വലിയ രീതിക്കുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും പവർ കട്ട്, വെള്ളം, മഴ എന്നൊക്കെ പ്രശ്നമൊക്കെ അവർക്ക് വളരെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബാക്കി ജില്ലകളിലെ ആൾക്കാർക്കൊക്കെ വളരെ ഒരു ദുരന്തം, ദയനീയമായ അവസ്ഥയിൽ കൂടെ കടന്നുപോയ കഷ്ടപ്പാടൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ക്യാമ്പിങ് കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടു. അങ്ങനെ ആ ഒരു സബ്ജക്റ്റാണ് ഈ ഒരു പടം. നമ്മുടെ പ്രളയം വന്നതിൻ്റെ ഒരു സംഭവവും കാര്യങ്ങളും അത് മുഖാന്തരം ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെ കൂട്ടിക്കെട്ടിയാണ് ഈ ഒരു സിനിമ തയ്യാറാക്കുന്നത്. ടോപ്പ് സ്റ്റാർസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ചാക്കോ ബോബൻ, ടൊവിനോ, ആസിഫ് അലി ഇവരൊക്കെയാണ് ഒരു ടോപ്പ് ഹീറോ ആയിട്ട് വരുന്നത്. പിന്നെ ലാല്, നരേൻ, അങ്ങനെ അജു വർഗീസ്, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വേറെ റോളും കര ചെയ്യുന്നുണ്ട്. നായികമാരിലും അത്യാവശ്യം തരക്കേടില്ലാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ശിവദ, അപർണ ബാലമുരളി, വിനീത കോശി, അങ്ങനെ തുടങ്ങിയ താരങ്ങളൊക്കെ ഒരു റോൾ ചെയ്യുന്നുണ്ട്. താൻവി റാം റോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ മനസ്സിലാകും നമ്മുടെ പ്രളയം എന്തുമാത്രം ഒരു തീവ്രതയ്ക്ക് നമ്മൾ അനുഭവിച്ചതും കാര്യങ്ങളൊക്കെ. ഇവിടെയും നല്ല മഴയാണ്. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ റിവ്യൂ പറയുന്ന സമയത്ത് ഇവിടെ ഭയങ്കര മഴ ഇങ്ങനെ പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുന്ന അന്നത്തെ ഒരു കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആ ഒരു പ്രളയം ഉണ്ടാക്കിയ ഒരു തീവ്രത എന്താണ് നമ്മളിപ്പോൾ നേരിട്ട് നമ്മളിവിടെ തിരുവനന്തപുരം ജില്ലക്കാരോ കൊല്ലം ജില്ലക്കാരോ ഇവിടെ ചെന്ന് റെസ്ക്യൂ ടീമിൻ്റെ ഭാഗമായിട്ടുണ്ട്. സാധാരണ ജനങ്ങളൊന്നും ആൾക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല, എന്തായെന്നുള്ള ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ വന്ന ഇതായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സിനിമ എടുത്തതിനെ വെച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയും കോൺസെപ്റ്റും കൊണ്ടുവന്ന ജൂഡ് ആൻ്റണിക്കാണ് ആദ്യത്തെ ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. നല്ല രീതിക്കാണ് ഈ സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിലെ ഒട്ടുമിക്ക ആൾക്കാർ വരുന്ന ഏറ്റവും ആൾക്കാർക്കൊക്കെ ഉൾപ്പെടെ പറയുകയാണെങ്കിൽ അവർക്കെല്ലാം ഒരു ഫുൾ സ്പേസ് കൊടുക്കുന്നുണ്ട് ഈ പടത്തിനകത്ത്. ഒരാളെയും നിസ്സാരപ്പെട്ട രീതിക്ക് വെച്ചില്ല. ചെറുതോ വലുതോ ആയ കാര്യങ്ങളൊക്കെ ഉള്ള നിസ്സാരപ്പെട്ടൊരു കുഞ്ഞായിരുന്നാൽ പോലും അവർക്ക് വേണ്ടി പറ്റിയ പോലുള്ള റോൾ ഇവിടെ ജൂഡ് ആൻ്റണി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്രയും കാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ ഇതിലേറ്റവും വലിയ മികച്ച പ്രകടനം ആ ടൊവിനോ തോമസിന്. കാരണം പുള്ളി പ്രളയ സമയത്ത് രണ്ടാമത്തെ സമയത്ത് ഇവിടെ ഒരുപാട് രീതിക്കുള്ള ഒരു റെസ്ക്യൂ പരമായി ക്യാമ്പിലൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. എന്ന് വെച്ചാൽ നോർമലി ഒരു ആക്ടർ എന്നുള്ള രീതിക്ക് ഒരു നോർമലി പേഴ്സണായിട്ട് ടൊവിനോ വന്ന് ഭയങ്കര ഹെൽപ്പിങ് ചെയ്ത ആളാണ്. അപ്പോൾ അതേ മുഖാന്തരമുള്ള റോളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത് പ്രധാനപ്പെട്ട റോൾ നോക്കുകയാണെങ്കിൽ അത് ആസിഫലിയുടെ റോളാണ്. ആസിഫ് എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറ്റും കഥാപാത്രത്തിൻ്റെ ഒരു ഡെപ്ത് നമുക്കിവിടെ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ലാല്, നരേൻ എന്നിവരൊക്കെ നല്ല ഒരു റോളും കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട മെൻഷൻ ആക്കേണ്ട വേറെ പെർഫോമൻസ് ഇതിനകത്ത് നമ്മുടെ ഒരു കരിക്ക് വെബ് സീരീസിൽ തോന്നിയൊരു നടിയുണ്ട്. ആ ഒരു നടിയുടെ പേരിവിടെ അറിയത്തില്ല. ആ കുട്ടിയുടെ പെർഫോമൻസ് ഇവിടെ മെൻഷൻ ആക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നല്ലൊരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അപർണ ബാലമുരളി നല്ലൊരു റോളായിരുന്നു. വിനീത കോശി ഫുൾ ഡെഡിക്കേറ്റിംഗ് ലെവലായിട്ടൊരു പ്രഗ്നൻ്റ് ലേഡിയുടെ ഒരു റോൾ ഇവിടെ ചെയ്തത് വളരെ നന്നായിരുന്നു. പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒട്ടുമിക്ക രീതിക്കുള്ള ഒരുപാട് പേരുടെ ഒരു രീതിക്കുള്ളായിരുന്നു. പിന്നെ അജു വർഗീസും ആ ഫോർ നൈറ്റ്സും അവരുടെ സീക്വൻസൊക്കെ സൂപ്പറായിരുന്നു. അങ്ങനെ എടുത്ത് പറത്ത രീതിക്കുള്ള ഒരുപാട് സംഭവബഹുലമായ കാര്യങ്ങളൊക്കെ ഒരു പടമാണ്. ഇന്ദ്രൻസിൻ്റെ പെർഫോമൻസും അത്യാവശ്യം എടുത്ത് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു ബ്ലൈൻഡ് മാനായിട്ടുള്ള ഒരു രീതിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരുപാട് രീതിക്കുള്ള നമുക്ക് നമ്മുടെ ആ ഒരു പ്രളയകാലത്തെ ഓർമ്മിപ്പിക്കപ്പെടുന്ന രീതിക്കുള്ള ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് വന്ന് ഈ സിനിമ ഒരു പ്രേക്ഷകർക്കായിട്ട് സമർപ്പിച്ച ജൂഡ് ആൻ്റണിയുടെ ഒരു ഫുൾ ക്രെഡിറ്റ് ഇവിടെ പറയേണ്ടതാണ്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പറയാനില്ല. നമ്മുടെ പ്രളയകാലത്തുള്ള കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടുള്ള ഒരു രീതിക്കാണ് ഈ ഒരു പടം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു കറക്റ്റ് ഒരു തീം ഈ പടത്തിൻ്റെ. പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സിനിമ ഒരു ലാഗോ കാര്യങ്ങളൊന്നുമില്ല. ഓരോ നിമിഷവും നമുക്ക് എൻ്റർടൈൻമെൻറ്റായിട്ടാണ് ഈ പടം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എൻ്റർടൈൻമെൻറ്റിൽ നിന്ന് ഉപരി
നമുക്കൊരു എന്താണ് ഒരു ഒരു എനർജി ഫീൽ ചെയ്യും. നമുക്ക് അഭിമാനം കൊള്ളുന്ന രീതിക്കൊക്കെ ഉള്ള ഒരു രീതിക്ക് തന്നെയാണ് ഈ സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര ഒരു എനർജി ആണ് ഈ പടം കാണാൻ നേരത്തെ. നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിലുള്ള ഒരു രീതിക്കുള്ള ഇത് നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വെച്ച് കഴിഞ്ഞാൽ അവർ റെസ്ക്യൂ ചെയ്യാൻ നേരത്തുള്ള സന്തോഷം, അത് മുഖാന്തരം നമുക്ക് വരുന്ന ഇത് മത്സ്യത്തൊഴിലാളികൾ വന്നില്ലെന്നുള്ള രീതിക്കുള്ള മത്സ്യത്തൊഴിലാളികൾ എങ്ങനെയാണോ ഈ നമ്മുടെ പ്രളയ സമയം നമ്മളെ ഇതായിട്ടുള്ള അതേ കണക്കത്തെ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ കാണിക്കാൻ വേണ്ടി ജൂഡിന് ഫ്രണ്ട്സിനെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അതും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല ഒരു ഫീൽ ഗുഡ് സിനിമ, നമുക്ക് അഭിമാനം, കേരള ജനതയ്ക്കുള്ള ഒരു പടം. ഒരുപാട് കഷ്ടം അനുഭവിച്ചവരുടെ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റിയതെന്ന് ഇതായിട്ട് തോന്നുന്നുണ്ട്. കാണാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ കാര്യങ്ങളെന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയെ പറ്റി പറയാൻ വേണ്ടിയുള്ള ഒരു പ്രളയം കൂടി ഇനി സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം ഒന്നുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇത്ര വലഞ്ഞ് തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആയിരുന്നു. അപ്പോൾ അതേ മുഖാന്തരം പക്ഷേ ഇനിയും അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ എന്നുള്ള ഒരു കാര്യം മാത്രമേ പറയാൻ വേണ്ടിയുള്ളൂ. പിന്നെ എല്ലാവരും അവരവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ടിരുന്നു. പിന്നെ ഇതിൽ തന്നെ അനാവശ്യമായിട്ട് ഉള്ള കുറച്ച് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ വിനീത് ശ്രീനിവാസൻ്റെ ചെന്നൈ എന്നൊക്കെ പറഞ്ഞ ഒരു തീം കൊണ്ടുവന്നത് അത് അത്ര മോശമായി പോയില്ല. പിന്നെ ടൊവിനോ തോമസ് എന്ന ഒരു കഥാപാത്രത്തിൻ്റെ മരണം, ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് എനിക്ക് തോന്നിപ്പോയി. കാരണം ഇതൊക്കെ അവരുടെയൊക്കെ ഒരു മരണം സംഭവിക്കാതെ ഈ ചെന്നൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന ആ ഒരു റെഫറൻസിനോടൊന്നും എനിക്കൊരു യോജിപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയെ പറ്റി പറയാൻ വേണ്ടിയുള്ള ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ. എനിക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കേരളത്തിലുണ്ടായ ഒരു മഹാപ്രളയത്തിൻ്റെ ഒരു ബിഗ് സ്ക്രീൻ ഒരു സംരംഭമായിട്ട് അല്ലെങ്കിൽ സിനിമയായിട്ട് കാണിച്ച ഇത് വളരെ നന്നായിരുന്നു. ഒരു രീതിക്കുള്ള ഒരു നെഗറ്റീവ് പോലും പറയാനില്ലാത്ത ഒരു സിനിമയായിട്ടാണ് തോന്നിപ്പോയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. ഇതാണ് 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന സിനിമയെ പറ്റിയുള്ള എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ ഒപ്പീനിയൻ. അപ്പോൾ മറ്റ് സിനിമയുടെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.